ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയുടെ പേര് പൂട്ടിയ വാതിൽ. പൂട്ടിയ വാതിൽ എന്ന് വെച്ചാൽ എന്താ? ദ ലോക്ക് ഡോർ. പൂട്ടിയ, ലോക്ക്, വാതിൽ, ഡോർ. അപ്പോൾ പൂട്ടിയ വാതിൽ, ദ ലോക്ക്ഡ് ഡോർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് പഠിക്കാം. അതൊരു തണുത്ത നിശബ്ദമായ രാത്രി ആയിരുന്നു. അപ്പം ഈ ഒരു സെൻറ്റൻസ് കേട്ടപ്പോഴേ നമുക്ക് മനസ്സിലായി രാത്രി ആയിരുന്നു. അപ്പോൾ ഒരു കഴിഞ്ഞു പോയൊരു കാര്യമാണെന്ന്. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അതൊരു തണുത്ത നിശബ്ദമായ രാത്രി ആയിരുന്നു. അപ്പോൾ തണുത്ത എന്ന് വെച്ചാൽ എന്താ? കോൾഡ്. നിശബ്ദമായ, സൈലൻറ്റ്. രാത്രി, നൈറ്റ്. അപ്പം അതൊരു തണുത്ത നിശബ്ദമായ രാത്രി ആയിരുന്നു എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഇറ്റ് വാസ് എ ആയിരുന്നു. അപ്പോൾ നമുക്ക് വാസ് യൂസ് ചെയ്തു. വാസ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതുന്നത്. ഇറ്റ് വാസ് എ, കാരണം ഞാൻ പറഞ്ഞു ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അപ്പം നമുക്ക് ഇറ്റ് വാസ് എ എന്ന് എഴുതാം. ഇറ്റ് വാസ് എ കോൾഡ്, തണുത്ത, കോൾഡ്, സൈലൻറ്റ്. സൈലൻറ്റ് എന്ന് വെച്ചാൽ എന്താ? നിശബ്ദമായ. ഇറ്റ് വാസ് എ കോൾഡ് സൈലൻറ്റ് നൈറ്റ്. രാത്രി, നൈറ്റ്. അപ്പം എന്താ നമ്മൾ എഴുതിയത്? ഇറ്റ് വാസ് എ കോൾഡ് സൈലൻറ്റ് നൈറ്റ്. അതൊരു തണുത്ത നിശബ്ദമായ രാത്രി ആയിരുന്നു. അപ്പം ഈ ഒരു സെൻറ്റൻസ് നമുക്ക് എങ്ങനെ എഴുതിയെന്ന് നോക്കാം. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞു പോയൊരു കാര്യമാണ് നമ്മൾ പാസ്റ്റ് ഫോം. വാസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഫോമാണ്. ഈസിൻ്റെ പാസ്റ്റ് ഫോമാണ് വാസ്. ഈസ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഫോം. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്ജക്റ്റാണ് ഇറ്റ്. ഇപ്പോൾ ഇറ്റാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇപ്പോൾ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഈസിനെ നമ്മൾ വാസാക്കി മാറ്റി. കാര്യം എന്താ? ഇതൊരു കഴിഞ്ഞു പോയ കാര്യമുണ്ട്. അപ്പം ഈസിൻ്റെ പാസ്റ്റ് ഫോമാണ് വാസ്. അപ്പം വാസാണ് വെർബ്. ഇവിടുത്തെ വെർബാണ് വാസ്. ഞാനിവിടെ വെർബെന്ന് മുകളിൽ എഴുതാം. അപ്പം പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പം ഇറ്റ് വാസ്. ഇപ്പം ഈസ് ആയിരുന്നു പ്രസൻറ്റ് ഫോം. ആ ഈസിനെ നമ്മൾ മാറ്റി വാസാക്കി. വേറൊരു മാറ്റം ഇവിടെ വന്നിട്ടില്ല. നമ്മളിവിടെ ഈസിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കി വാസാക്കി. അപ്പം ഇറ്റ് വാസ് എ കോൾഡ് സൈലൻറ്റ് നൈറ്റ്. ഇറ്റ് വാസ് എ കോൾഡ് സൈലൻറ്റ് നൈറ്റ്. അതൊരു തണുത്ത നിശബ്ദമായ രാത്രി ആയിരുന്നു. അപ്പം ഓർക്കുക, നമ്മൾ എന്താ ഇവിടെ ചേഞ്ച് വരുത്തിയത്? നമ്മൾ ചേഞ്ച് വരുത്തിയൊന്നുമില്ല, കഴിഞ്ഞു പോയൊരു കാര്യമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാസ് യൂസ് ചെയ്തു. വാസ്. അപ്പം ഈസിൻ്റെ പാസ്റ്റ് ഫോമാണ് വാസ്. അപ്പം നമ്മളിവിടെ നമുക്ക് എഴുതി വെക്കാം. നമുക്ക് ഓർത്തിരിക്കും. നമ്മൾ ഈ ഒരു സെൻറ്റൻസിൽ എന്താണ്? കഴിഞ്ഞു പോയ കാര്യമായിരുന്നു. അപ്പം നമ്മൾ ഈസിനെ കൺവേർട്ട് ചെയ്ത് വാസാക്കി മാറ്റിയിട്ടാണ് എഴുതിയത്. വാസ് ഈസ് പ്രസൻറ്റ് ഫോമാണ്. വാസ് പാസ്റ്റ് ഫോമാണ്. ഈസിൻ്റെ പാസ്റ്റ് ഫോമാണ് വാസ്. അപ്പം നമ്മൾ ഒരു പാസ്റ്റ് ഫോം ആക്കിയിട്ട് ഈ ഒരു സെൻറ്റൻസ് എഴുതി. അതൊരു തണുത്ത നിശബ്ദമായ രാത്രി ആയിരുന്നു. ഇറ്റ് വാസ് എ കോൾഡ് സൈലൻറ്റ് നൈറ്റ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഇറ്റാണ് സബ്ജക്റ്റ്. വെർബ് എന്ന് പറഞ്ഞാൽ വാസ്. പാസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ്. പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് എന്ന് പറഞ്ഞാൽ ഈസ് പ്രസൻറ്റ് ഫോമാണ്. അതിൻ്റെ പാസ്റ്റ് ഫോമാണ് വാസ്. അപ്പം നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? അതൊരു തണുത്ത നിശബ്ദമായ രാത്രി ആയിരുന്നു. ഇറ്റ് വാസ് എ കോൾഡ് സൈലൻറ്റ് നൈറ്റ്. ഇറ്റ് വാസ് എ കോൾഡ് സൈലൻറ്റ് നൈറ്റ്. അപ്പം നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. അവിടെ ഒരു ഉപേക്ഷിക്കപ്പെട്ട ആശുപത്രി ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് മനസ്സിലായി, ഉണ്ടായിരുന്നു എന്ന് കേട്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവിടെ ഒരു ഉപേക്ഷിക്കപ്പെട്ട ആശുപത്രി ഉണ്ടായിരുന്നു. അപ്പം അവിടെ എന്ന് വെച്ചാൽ എന്താ? ദെയർ. ഒരു ഉപേക്ഷിക്കപ്പെട്ട ആശുപത്രി. ഒരു ഉപേക്ഷിക്കപ്പെട്ട, ആൻഡ് അബാൻഡൻഡ്. അബാൻഡൻ്റെ സ്പെല്ലിംഗ് ഞാൻ പറയാം. ABANDONED. അബാൻഡൻഡ്. ഒരു ഉപേക്ഷിക്കപ്പെട്ട ആശുപത്രി. ആശുപത്രി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ. അപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കിയിട്ട് എഴുതണം. കഴിഞ്ഞു പോയൊരു കാര്യം. അപ്പം പാസ്റ്റ് ഫോമിലാക്കിയിട്ട് എഴുതണം. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാൻ നോക്കാം. അവിടെ ഒരു ഉപേക്ഷിക്കപ്പെട്ട ആശുപത്രി ഉണ്ടായിരുന്നു. നമുക്ക് എങ്ങനെ എഴുതാം? There was an abandoned, ABANDONED, abandoned hospital.
അപ്പോൾ there was an abandoned hospital. അവിടെ ഒരു ആശുപത്രി, അവിടെ ഒരു ഉപേക്ഷിക്കപ്പെട്ട ആശുപത്രി ഉണ്ടായിരുന്നു. അപ്പോൾ there was an abandoned hospital. അപ്പോൾ നമുക്ക് അപ്പോൾ ഇത് എങ്ങനെ നമ്മളിവിടെ എഴുതിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? there ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് there. പിന്നെ വെർബ് വാസ് എന്ന് പറഞ്ഞതാണ് ഇവിടെ വെർബ്. ഈ വെർബ് എന്ന് പറയുന്നത് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ്. അപ്പം ഈസ് ആണ് ഇതിൻ്റെ പ്രസൻറ്റ് ഫോം. വാസിൻ്റെ പ്രസൻറ്റ് ഫോം എന്താ? ഈസിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് വാസാക്കി. അപ്പോൾ ഈസ് ഒരു പ്രസൻറ്റ് ഫോമാണ്. അപ്പം ആ ഈസിനെ നമ്മൾ കൺവേർട്ട് ചെയ്താണ് വാസാക്കി. അപ്പം പാസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയ there was an abandoned hospital. ഇപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തതാണ് വാസ്. അപ്പം അവിടെ ഒരു ഉപേക്ഷിക്കപ്പെട്ട ആശുപത്രി ഉണ്ടായി. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ദിയ ഭയത്തോടെ ആ ആശുപത്രിയിൽ പതുക്കെ പ്രവേശിച്ചു. അപ്പം ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു പോയൊരു കാര്യമാണ് പ്രവേശിച്ചു. അപ്പം കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ഇതൊരു സിമ്പിൾ പാസ്റ്റ് ആൻഡ് സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതിയെന്ന് നോക്കാം. അപ്പോൾ ദിയ ഭയത്തോടെ, ഭയം എന്ന് വെച്ചാൽ എന്താ? ഫിയർ. പിന്നെ ആ ആശുപത്രി ദാറ്റ് ഹോസ്പിറ്റൽ, നമുക്ക് പറയാം ദാറ്റ് ഹോസ്പിറ്റൽ എന്ന്. പിന്നെന്താ? പതുക്കെ എന്ന് വെച്ചാൽ സ്ലോലി പ്രവേശിക്കുക എന്ന് വെച്ചാൽ എൻ്റർ. അപ്പോൾ നമ്മൾ എൻ്ററിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം നമുക്ക്. അപ്പോൾ ദിയ ഭയത്തോടെ ആ ആശുപത്രിയിൽ പതുക്കെ പ്രവേശിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ദിയ സ്ലോലി, പതുക്കെ, SLOWLY, സ്ലോലി. അപ്പോൾ ദിയ സ്ലോലി പതുക്കെ. എൻ്റർ എന്ന് വെച്ചാൽ എന്താ? പ്രവേശിക്കുക, ENTER. അപ്പോൾ ഇവിടെ പ്രവേശിച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ എൻ്ററിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതണം. അപ്പം എൻ്ററിൻ്റെ പാസ്റ്റ് ഫോം എന്താ? ENTER എന്ന് പറഞ്ഞാൽ എൻ്റർ. അപ്പം നമ്മൾ EDയും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ പാസ്റ്റ് ഫോമാണ്. എൻ്ററിൻ്റെ പാസ്റ്റ് ഫോം എൻറ്റേർഡ് എന്നാണ് നമ്മളിവിടെ എഴുതിയത്, എൻറ്റേർഡ്. അപ്പം എങ്ങനെ എഴുതിയത്? ദിയ സ്ലോലി എൻറ്റേർഡ്, പ്രവേശിച്ചു, എൻറ്റേർഡ്. എവിടെയാ? ദാറ്റ് ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിൽ, ആ ആശുപത്രിയിൽ. ദാറ്റ് ഹോസ്പിറ്റൽ. വിത്ത്, ഭയത്തോടെ എന്നല്ലേ? ഭയം എന്ന് വെച്ചാൽ ഫിയർ, വിത്ത് ഫിയർ. അപ്പം എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? ദിയ സ്ലോലി എൻറ്റേർഡ് ദാറ്റ് ഹോസ്പിറ്റൽ വിത്ത് ഫിയർ. ദിയ സ്ലോലി എൻറ്റേർഡ് ദാറ്റ് ഹോസ്പിറ്റൽ വിത്ത് ഫിയർ. ദിയ ഭയത്തോടെ ആ ആശുപത്രിയിൽ പതുക്കി പ്രവേശിച്ചു. അപ്പം നമ്മളിവിടെ എന്ത് ചേഞ്ചാണ് വരുത്തിയത്? പാസ്റ്റ് ഫോമിലോട്ടാക്കി എഴുതാൻ ഒറ്റയൊരു ചേഞ്ച് വരുത്തിയിട്ടുള്ളൂ. എന്താ ചേഞ്ച് വരുത്തിയത്? നമ്മൾ എൻറ്ററിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതി, എൻറ്റേർഡ് ആക്കി മാറ്റി. അങ്ങനെയാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ദിയയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം ഞാൻ എഴുതാം, ദിയയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം ഇവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ എൻറ്റർ ആണ് ഇവിടുത്തെ വെർബ്. അപ്പം നമ്മൾ എൻറ്ററിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എൻറ്റേർഡ് ആക്കി. അപ്പോൾ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തത്. അപ്പം നമ്മൾ എങ്ങനെ ഇവിടെ എഴുതാം? ഞാൻ എന്താണ് കൺവേർട്ട് ചെയ്തതെന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതിയേക്കാം ചെറുതായിട്ട്. നമ്മൾ എൻറ്ററിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കി. ENTERED. നമ്മൾ EDയുടെ അവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് മനസ്സിലാക്കാൻ. അപ്പം എങ്ങനെയാണ്? അപ്പം ദിയ സ്ലോലി എൻറ്റേർഡ് ദാറ്റ് ഹോസ്പിറ്റൽ വിത്ത് ഫിയർ. ദിയ ഭയത്തോടെ ആശുപത്രിയിൽ പതുക്കെ പ്രവേശിച്ചു. അപ്പം നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ്, അവൾ വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പം ഇവിടെ കേട്ടു, അപ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ്. അവൾ വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടു. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ആൻഡ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവൾ, ഷീ. വിചിത്രമായ എന്ന് വെച്ചാൽ എന്താ? സ്ട്രേഞ്ച്. ശബ്ദം, നോയ്സ്. അപ്പോൾ ഇവിടെ ശബ്ദങ്ങൾ, അപ്പോൾ കുറേ ശബ്ദമുണ്ട്. അപ്പോൾ ശബ്ദങ്ങൾ, അപ്പോൾ നമ്മൾ നോയ്സസ് എന്ന് എഴുതും. നോയ്സസ്. കേൾക്കുക എന്ന് വെച്ചാൽ ഹിയർ. അപ്പോൾ ഇവിടെ കേട്ടു എന്നാണ്. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഹിയറിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കിയിട്ട് എഴുതണം. അപ്പം അവൾ വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഷീ, അവൾ,
അപ്പം കേൾക്കുക എന്ന് വെച്ചാൽ എന്താ, HEAR, ഹിയർ. കേൾക്കുക എന്ന് വെച്ചാൽ ഹിയർ ആണ്. അപ്പം നമ്മൾ ഹിയറിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കി എഴുതുക. അപ്പം നമ്മൾ എങ്ങനെ എഴുതും, HEARD, ഹേർഡ്. അപ്പോൾ ഷീ ഹേർഡ്, പാസ്റ്റ് ഫോമാണ് ഹേർഡ്. ഹിയറിൻ്റെ പാസ്റ്റ് ഫോം ഹേർഡ്. ഷീ ഹേർഡ്. വിചിത്രമായ, അപ്പം സ്ട്രേഞ്ച്, STRANGE, സ്ട്രേഞ്ച്. ഷീ ഹേർഡ് സ്ട്രേഞ്ച്. എന്താ കേട്ടെ, ശബ്ദങ്ങൾ. അപ്പോൾ ശബ്ദങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എഴുതാം, നോയ്സസ്, NOISES, നോയ്സസ്. ഷീ ഹേർഡ് സ്ട്രേഞ്ച് നോയ്സസ്. അവൾ വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടു. ഷീ ഹേർഡ് സ്ട്രേഞ്ച് നോയ്സസ്. ഷീ ഹേർഡ് സ്ട്രേഞ്ച് നോയ്സസ്. അപ്പം നമ്മളിവിടെ എന്ത് മാറ്റം വരുത്തിയിട്ടാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ കേട്ടു എന്ന് ഞാൻ പറഞ്ഞല്ലോ, കേട്ടു എന്ന് കേൾക്കുമ്പോൾ മനസ്സിലായി ഒരു കഴിഞ്ഞു പോയൊരു കാര്യമാണെന്ന്. അപ്പോൾ നമ്മൾ ഹിയറിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കി ഹേർഡാക്കി. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഷീ ആണ് സബ്ജക്റ്റ്. ഇപ്പം പിന്നെ വെർബാണ് ഹിയർ. ഹിയർ ആണ് ഇവിടുത്തെ വെർബ്. അപ്പം നമ്മൾ ഹിയർ വെർബിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് നമ്മൾ ഹേർഡാക്കി. അപ്പോൾ ഇവിടുത്തെ ചേഞ്ച് നമ്മൾ വരുത്തിയത് എന്താ, നമ്മൾ കൺവേർട്ട് ചെയ്തു. എന്തിനാണ് ഹിയറിനെ കൺവേർട്ട് ചെയ്തു പാസ്റ്റ് ഫോമിലോട്ടാക്കി. അതിവിടെ ജസ്റ്റ് എഴുതിയേക്കാം, HEARD, ഹേർഡാക്കി മാറ്റി. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതി, അവൾ വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടു. ഷീ ഹേർഡ് സ്ട്രേഞ്ച് നോയ്സസ്. ഷീ ഹേർഡ് സ്ട്രേഞ്ച് നോയ്സസ്. അപ്പം അടുത്ത പോയിന്റ് പഠിക്കാം. ശബ്ദങ്ങൾ വ്യക്തമായിരുന്നില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാം, വ്യക്തമായിരുന്നില്ല എന്ന് കേട്ടപ്പോഴേ മനസ്സിലായി കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാം, ശബ്ദങ്ങൾ. ശബ്ദം നോയ്സ്. ശബ്ദങ്ങൾ എന്ന് പറയുമ്പോൾ നോയ്സസ്. അപ്പോൾ വ്യക്തമായിരുന്നില്ല, നോട്ട് ക്ലിയർ. ശബ്ദങ്ങൾ വ്യക്തമായിരുന്നില്ല. അപ്പം ദ നോയ്സസ് വെയർ നോട്ട് ക്ലിയർ. ദ നോയ്സസ് വെയർ നോട്ട് ക്ലിയർ. അപ്പം നമുക്ക് എങ്ങനെ ഇത് എഴുതാൻ പറ്റി നമുക്ക് നോക്കാം. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ, സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ നോയ്സസ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്, ദ നോയ്സസ്. അപ്പം വെയർ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വെയർ യൂസ് ചെയ്തു. നമ്മൾ എന്താ ഇവിടെ വാസ് യൂസ് ചെയ്യാൻ, നമ്മൾ തൊട്ട് മുമ്പുള്ള സെൻറ്റൻസിലെല്ലാം വാസാണ് പഠിച്ചത്, വാസാണ് എഴുതിയത് സബ്ജക്റ്റിന് കൂടെ. ഇവിടെ എന്താ നമ്മൾ വേറെ എഴുതിയത്, നമുക്ക് ചിലവരെങ്കിലും ചിന്തിക്കുമായിരിക്കും, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്. അപ്പം ദ നോയ്സസ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റാണ്. കാര്യം എന്താ ഇത് പ്ലൂറൽ സബ്ജക്റ്റ് ആവാൻ കാര്യം ദ നോയ്സസ്, കുറേ ശബ്ദങ്ങളുണ്ട്, അല്ലാതെ ഒറ്റ ഒരു ശബ്ദമല്ല, കുറേ ശബ്ദങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇതൊരു പ്ലൂറൽ സബ്ജക്റ്റ് ആയത്. അപ്പം പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ വാസ് ഉപയോഗിക്കത്തില്ല, നമ്മൾ വാസ് യൂസ് ചെയ്യില്ല, പക്ഷേ നമ്മൾ വേറെ യൂസ് ചെയ്യുള്ളൂ. അപ്പം നമ്മൾ എപ്പോഴാണ് വാസ് യൂസ് ചെയ്യുന്നു പറഞ്ഞാൽ ഹീ, ഷീ, ഇറ്റ് ഇങ്ങനെയുള്ള സിംഗുലാർ സബ്ജക്ട്സിൻ്റെ കൂടാണ് നമ്മൾ വാസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ വേർ യൂസ് ചെയ്തത്. അപ്പം ഈ വേർ എന്ന് പറയുന്നത് എന്തിൻ്റെ പാസ്റ്റ് ഫോമാണ്, ആറിൻ്റെ പാസ്റ്റ് ഫോമാണ് വേർ. അപ്പോൾ ഓർക്കുക, നമ്മൾ ആറിനെ ഇവിടെ കൺവേർട്ട് ചെയ്ത് വേർ പാസ്റ്റ് ഫോമിലോട്ടാക്കി വേർ എഴുതി. അപ്പം ഇവിടുത്തെ വെർബ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ് വേർ. അപ്പോൾ ആറായിരുന്നു ഇവിടുത്തെ വെർബ്, ആ വെർബിനെയാണ് നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി വേർ എഴുതിയത്. അപ്പോൾ നമ്മൾ എങ്ങനെ നമ്മൾ എഴുതിയത്, ശബ്ദങ്ങൾ വ്യക്തമായിരുന്നില്ല. ദ നോയ്സസ് വെയർ നോട്ട് ക്ലിയർ. ദ നോയ്സസ് വെയർ നോട്ട് ക്ലിയർ. അപ്പോൾ ഇവിടെ ഇവിടെ എന്ത് ചേഞ്ചാണ് നമ്മൾ വരുത്തിയത്, ഇവിടെ ഒന്നും വരുത്തിയിട്ടില്ല, ജസ്റ്റ് വരുത്തിയത് ഈ ഒറ്റ ഒരു വെർബിന് മാത്രം വരുത്തിയിട്ടുണ്ട്. കാര്യം നമ്മൾ ആറിനെ കൺവേർട്ട് ചെയ്താണ് വേറാക്കിയത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്തിന് ഈ ആറിൻ്റെയൊക്കെ കാര്യം പറയണേന്ന്. കാര്യം ഇവിടെ നമ്മളെപ്പോഴും ഓർത്തിരിക്കും ശബ്ദങ്ങൾ വ്യക്തമായിരുന്നില്ല, കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യമായതുകൊണ്ട് നമ്മൾ വേറെ യൂസ് ചെയ്ത് എഴുതി. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം വേറെ എന്താ നമ്മൾ എഴുതിയത്. അപ്പോൾ ആറിനെ ഇപ്പോൾ ഒരു പ്രസൻറ്റ് ഫോം, ഇപ്പം ഇപ്പോഴത്തെ ഒരു കാര്യമാണെങ്കിൽ നമുക്കിവിടെ ആറ് യൂസ് ചെയ്തായിരുന്നു. ദ നോയ്സസ് ആർ നോട്ട് ക്ലിയർ. അയ്യോ ആ ശബ്ദങ്ങൾ ക്ലിയർ അല്ല, ഇപ്പോഴത്തെ ഒരു കാര്യമാണെങ്കിൽ ആറ് യൂസ് ചെയ്യായിരുന്നു. ഇത് കഴിഞ്ഞു പോയ കാര്യം ആയതുകൊണ്ടാണ് വേറെ യൂസ് ചെയ്തത്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആറിൻ്റെ കാര്യം പറയണത്. ആറിനെ നമ്മൾ കൺവേർട്ട് ചെയ്താണ് വേറെ എഴുതിയത്. അപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ശബ്ദങ്ങൾ വ്യക്തമായിരുന്നില്ല, ദ നോയ്സസ് വെയർ നോട്ട് ക്ലിയർ. ദ നോയ്സസ് വെയർ നോട്ട് ക്ലിയർ. അപ്പോൾ അടുത്ത പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ് പെട്ടെന്ന് അവളുടെ കാൽ എന്തോ വസ്തുവിൽ തട്ടി. അപ്പം ഈ സെൻറ്റൻസ് കേട്ടപ്പോഴേ മനസ്സിലായി ഒരു കഴിഞ്ഞു പോയൊരു കാര്യമാണ്, ഒരു സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണിത്.
അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. പെട്ടെന്ന്, സഡൻലി. അവളുടെ കാൽ, അവളുടെ ഹെർ. കാൽ എന്ന് വെച്ചാൽ എന്താ? ഫുഡ്. എന്തോ വസ്തുവിൽ, എന്തോ വസ്തു നമ്മൾ ഇങ്ങനെ പറയാം, സംതിങ്. അപ്പം എങ്ങനെ ഇംഗ്ലീഷ് എഴുതാൻ നോക്കാം. പെട്ടെന്ന് അവളുടെ കാൽ എന്തോ വസ്തുവിൽ തട്ടി. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? സഡൻലി. സഡൻലി എന്ന് വെച്ചാൽ എന്താ? പെട്ടെന്ന്. സഡൻലി അവളുടെ കാൽ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഹെർ ഫുഡ്. ഹെർ ഫുഡ് എന്തോ വസ്തുവിൽ തട്ടി. അപ്പം നമുക്ക് എങ്ങനെയാണ് അത് എഴുതുന്നത്? ടച്ച്. TOUCHED നമ്മൾ പാസ്റ്റ് ഫോം ആക്കുക. ടച്ചിനെ പാസ്റ്റ് ഫോം ആക്കി ടച്ച്ഡ് ആക്കി. ED യൂസ് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി. ഹെർ ഫുഡ് ടച്ച്ഡ് സംതിങ്. എന്തോ വസ്തുവിൽ എന്നല്ലേ, അപ്പം നമ്മൾ സംതിങ് എഴുതുക. സംതിങ്. എന്തോ വസ്തുവിൽ തട്ടി. അപ്പം നമ്മൾ പറയില്ലേ അങ്ങനെ. അപ്പോൾ എങ്ങനെയാണ്? പെട്ടെന്ന് അവളുടെ കാൽ എന്തോ വസ്തുവിൽ തട്ടി. നമ്മളെങ്ങനെ എഴുതി? സഡൻലി ഹെർ ഫുഡ് ടച്ച്ഡ് സംതിങ്. സഡൻലി ഹെർ ഫുഡ് ടച്ച്ഡ് സംതിങ്. അപ്പം ഇവിടെ എന്താണ്, നമ്മൾ എങ്ങനെയാണ് ഇത് എഴുതിയത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെർ ഫുഡ്. ഹെർ ഫുഡാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഞാനിവിടെ എഴുതാം സബ്ജക്റ്റ്. ഹെർ ഫുഡാണ് സബ്ജക്റ്റ്. അപ്പോൾ ഇവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ ടച്ചാണ് വെർബ്. ആ ടച്ചിനെ നമ്മൾ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബാക്കി ED യൂസ് ചെയ്തു പാസ്റ്റ് ഫോം ആക്കി. അപ്പം ടച്ച്ഡായി. അപ്പം എങ്ങനെയാണ്? ഇവിടെ ഞാൻ ചെറുതായിട്ട് എഴുതാം വെർബ്. ഇപ്പം പാസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ്. ED ആക്കിയപ്പോൾ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബായി. അപ്പോൾ ടച്ചിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ടച്ച്ഡ് ആക്കി. അപ്പം ഹെർ ഫുഡാണ് സബ്ജക്റ്റ്. അപ്പം നമ്മൾ ഇവിടെ ഞാൻ എഴുതാം. നമ്മളിവിടെ എന്ത് മാറ്റം വരുത്തിയത്? ജസ്റ്റ് നമ്മൾ കഴിഞ്ഞു പോയ ഒരു കാര്യം എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചേഞ്ച് വരുത്തിയത് ടച്ചിനാണ്. ടച്ചിനെ നമ്മൾ ടച്ച്ഡ് ആക്കുക. വേറെ ഒന്നും നമുക്കിവിടെ ചെയ്യണ്ട. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്തിനാണ് ഈ ടച്ചിൻ്റെ കാര്യം പറയണത്? നമ്മളങ്ങ് ടച്ച്ഡ് എന്ന് എഴുതിയാൽ പോരെ. പക്ഷെ നമുക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കണ്ടേ നമ്മൾ ഈ ടച്ചിൻ്റെ പ്രസൻറ്റ് ഫോം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ. പ്രസൻറ്റ് ഫോമാണ് ടച്ച്. അപ്പോൾ ആ ടച്ച് ഇത് കഴിഞ്ഞു പോയൊരു കാര്യം ആയതുകൊണ്ട് നമ്മൾ ടച്ചിനെ ടച്ച്ഡ് ആക്കി. കാര്യം നമുക്കിപ്പം സഡൻലി ഹെർ ഫുഡ് ടച്ച് എന്ന് എഴുതാൻ പറ്റത്തില്ല. ടച്ച് എന്ന് പറഞ്ഞാൽ അത് പ്രസൻറ്റ് ഫോമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ടച്ച്ഡ് ED ഇതിൻ്റെ ടച്ചിൻ്റെ പ്രസൻറ്റ് ഫോം എന്തായിരുന്നു എന്നറിയണം. അപ്പോൾ ടച്ച്. അപ്പോൾ ആ ടച്ചിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ട് ആക്കി ടച്ച്ഡ് ആക്കി. അപ്പോൾ അങ്ങനെയാണ് ഒരു കഴിഞ്ഞു പോയ കാര്യം എഴുതേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറയണത്. അപ്പോൾ എങ്ങനെയാണ്? സഡൻലി ഹെർ ഫുഡ് ടച്ച് സംതിങ്. എന്തോ വസ്തുവിൽ തട്ടി. സഡൻലി ഹെർ ഫുഡ് ടച്ച് സംതിങ്. പെട്ടെന്ന് അവളുടെ കാൽ എന്തോ വസ്തുവിൽ തട്ടി. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, അവൾ കുനിഞ്ഞ് അതെടുത്തു. അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അപ്പോൾ ഈ സെൻറ്റൻസ് കേട്ടപ്പോഴേ മനസ്സിലായല്ലോ ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണെന്ന്. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? അവൾ ഷീ. കുനിഞ്ഞ് നമ്മളെങ്ങനെ പറയണം ഇംഗ്ലീഷിൽ? ബെൻഡ് ഡൗൺ. പിന്നെ എങ്ങനെ നമുക്ക് പറയാം? അതെടുത്തു. അപ്പം നമുക്ക് പറയാം എടുക്കുക എന്ന് വെച്ചാൽ എന്താ? പിക്ക്. നമ്മൾ പറയില്ലേ പിക്കപ്പ് എന്ന് പറയത്തില്ലേ. അപ്പം ഇങ്ങനെ എഴുതാൻ നോക്കാം. അവൾ കുനിഞ്ഞ് അതെടുത്തു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഷീ ബെൻഡ് ഡൗൺ. ബെൻഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? കുനിഞ്ഞ്. ഷീ ബെൻഡ് ഡൗൺ, കുനിഞ്ഞ്. അതെടുത്തു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ആൻഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പിക്കപ്പ് എന്ന് പറയാം. അപ്പം ഇവിടെ ആൻഡ് പിക്ഡ് എടുത്തു. ED യൂസ് ചെയ്തു പാസ്റ്റ് ഫോം ആക്കി. പിക്കിനെ പാസ്റ്റ് ഫോം ആക്കി ED യൂസ് ചെയ്തു പിക്ഡ് ആക്കി. പിക്ഡ് ഇറ്റ് അപ്പ്. പിക്ഡ് ഇറ്റ് അപ്പ്. ഷീ ബെൻഡ് ഡൗൺ ആൻഡ് പിക്ഡ് ഇറ്റ് അപ്പ്. അവൾ കുനിഞ്ഞ് അതെടുത്തു. ഷീ ബെൻഡ് ഡൗൺ ആൻഡ് പിക്ഡ് ഇറ്റ് അപ്പ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, 2 സെൻറ്റൻസ് വരുന്നുണ്ട്. ഷീ ബെൻഡ് ഡൗൺ ഒരു സെൻറ്റൻസ്, അടുത്തത് പിക്ഡ് ഇറ്റ് അപ്പ്. ഇപ്പോൾ ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചേഞ്ച് വരുത്തി. എന്തിനാ ഇവിടുത്തെ ചേഞ്ച് വരുത്തി പറഞ്ഞാൽ നമ്മൾ പിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? എടുക്കുക. അപ്പോൾ നമ്മൾ ആ പിക്കിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കി പിക്ഡ് ആക്കി. അപ്പം ഇവിടെ കൺവേർട്ട് ചെയ്ത് പിക്കിനെ നമ്മൾ പിക്ഡ് ആക്കി. ED യൂസ് ചെയ്തിട്ട് പാസ്റ്റ് ഫോം ആക്കി. പിന്നെന്താ? അവൾ കുനിഞ്ഞതെടുത്തു. ഷീ ബെൻഡ് ഡൗൺ ആൻഡ് പിക്ഡ് ഇറ്റ് അപ്പ്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ 2 സെൻറ്റൻസ് ഉണ്ടെന്ന്. ഒന്ന് ഷീ ബെൻഡ് ഡൗണും പിന്നെ പിക്ഡ് ഇറ്റ് അപ്പും. അപ്പം ഇവിടെ ഷീ ബെൻഡ് ഡൗണിൽ ഷീ സബ്ജക്റ്റ്, ബെൻറ്റ് എന്ന് പറയുന്നത് എന്താ?
ബെൻറ്റ് എന്ന് പറഞ്ഞാൽ ബെൻറ്റിൻ്റെ പാസ്റ്റ് ഫോമാണ്. BEND. BENDയെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കി ബെൻഡാക്കി. മനസ്സിലായോ? ഞാനിവിടെ എഴുതാൻ നിങ്ങൾക്കപ്പം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. BEND. അപ്പം നമ്മൾ ബെൻഡിനെ കൺവേർട്ട് ചെയ്ത് ബെൻഡാക്കി, പാസ്റ്റ് ഫോമിലോട്ടാക്കി. മനസ്സിലായി കാണും. പിന്നെ നമ്മൾ എന്താ മാറ്റിയത്? നെക്സ്റ്റ് സെൻറ്റൻസിൽ നമ്മൾ പിക്കിനെ പാസ്റ്റ് ഫോമിൽ ആക്കിയിട്ട് പിക്ഡാക്കി, ഈഡ് യൂസ് ചെയ്ത് പിക്ഡാക്കി. അപ്പോൾ അത് ഞാനിവിടെ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എഴുതാം. ഇവിടെ ഇങ്ങനെ ബ്രാക്കറ്റിൽ എഴുതാം. നമ്മളിവിടെ എന്താ യൂസ് ചെയ്ത? പിക്ക്. സെക്കൻഡ് സെൻറ്റൻസിൽ പിക്കിനെ നമ്മൾ കൺവേർട്ട് ചെയ്തു PICKED ആക്കി, പിക്ഡ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ 2 സെൻറ്റൻസ് ഉണ്ട്. ഷീ ബെൻഡ് ഡൗൺ, നെക്സ്റ്റ് പിക്ഡ് ഇറ്റ് അപ്പ്. അപ്പം ഇവിടെ ഷീ, സബ്ജക്റ്റ് ഷീ ആണ്. അപ്പം നമ്മൾ ചേഞ്ച് വരുത്തിയത്? നമ്മൾ ബെൻഡിനെ BENDയെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കി ബെൻഡാക്കി. പിന്നെ ഈ ഒരു സെൻറ്റൻസ് നമ്മൾ പിക്കിനെ കൺവേർട്ട് ചെയ്ത് ഈഡ് യൂസ് ചെയ്ത് പിക്ഡാക്കി. അപ്പോൾ ഇതാണ് ഇവിടെ വന്ന് ഇവിടുത്തെ ഒരു ചേഞ്ച് വന്നേക്കുന്നത്. അപ്പം അവൾ കുനിഞ്ഞതെടുത്തു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഷീ ബെൻഡ് ഡൗൺ ആൻഡ് പിക്ഡ് ഇറ്റ് അപ്പ്. ഷീ ബെൻഡ് ഡൗൺ ആൻഡ് പിക്ഡ് ഇറ്റ് അപ്പ്. അവൾ കുനിഞ്ഞ് അത് എടുത്തു. അപ്പം നമ്മൾ ഓർത്തിരിക്കുക, നമ്മളിവിടെ ചേഞ്ച് വരുത്തിയത് എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു 2 സെൻറ്റൻസ് ഉള്ളത്, നമ്മൾ ആ 2 സെൻറ്റൻസിലെ വെർബിന് നമ്മൾ ചേഞ്ച് വരുത്തണം. അപ്പോൾ ബെൻഡ് എന്ന് പറയുന്നത് നിങ്ങളൊരിക്കലും ഇവിടെ എന്താ ചേഞ്ച്? ഇവിടെ BEND ആണ്. ആ BEND ആണ് പ്രസൻറ്റ് ഫോം. ആ BENDയെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി BENT ആക്കി. ഞാൻ ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യാം. പിന്നെന്താ? ഈ ഒരു സെൻറ്റൻസിൽ പിക്കിനെ മാറ്റി പിക്ഡാക്കി, ഈഡ് യൂസ് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി, പിക്നെയും. അപ്പം ഇങ്ങനെയാണ് ഇവിടെ ഒരു ചേഞ്ച് വരുത്തി നമ്മൾ എഴുതിയത്. അപ്പം നമുക്ക് അടുത്ത പോയിൻ്റ് പഠിക്കാം. പോയിൻ്റ്: അവൾ ഒരു പഴയ തുരുമ്പിച്ച താക്കോൽ കണ്ടെത്തി. അപ്പം കണ്ടെത്തി എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലായി ഇതൊരു കഴിഞ്ഞു പോയ ഒരു കാര്യമാണെന്ന്. ഇതൊരു സിമ്പിൾ പാസ്റ്റ് ആൻഡ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അവൾ, ഷീ, ഒരു പഴയ തുരുമ്പിച്ച താക്കോൽ. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഒരു പഴയ, ആൻഡ് ഓൾഡ്. പഴയെന്ന് പറഞ്ഞാൽ എന്താ? ഓൾഡ്. തുരുമ്പിച്ച നമുക്ക് ഇംഗ്ലീഷിൽ പറയാം റസ്റ്റീന്ന്. RUSTY, റസ്റ്റി, തുരുമ്പിച്ച. അപ്പം ഞാനിവിടെ സ്പെല്ലിങ് ചെയ്താൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. താക്കോൽ എന്ന് വെച്ചാൽ എന്താ? കീ. അപ്പോൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഫൈൻഡ്. അപ്പോൾ ഇവിടെ കണ്ടെത്തി എന്നാണ്. അപ്പം നമ്മൾ ഫൈൻഡിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് നമുക്ക് എഴുതാം. അവൾ ഒരു പഴയ തുരുമ്പിച്ച താക്കോൽ കണ്ടെത്തി. നമുക്ക് എങ്ങനെ എഴുതാം? ഷീ കണ്ടെത്തി. അപ്പം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ഫൈൻഡ് ആണ്. അപ്പം നമ്മൾ ഫൈൻഡിനെ പാസ്റ്റ് ഫോമിലോട്ട് ആക്കുക. ഫൈൻഡിൻ്റെ പാസ്റ്റ് ഫോം എന്താ? ഫൗണ്ട്. ഷീ ഫൗണ്ട് ഒരു പഴയ എന്ന് പറഞ്ഞാൽ ആൻ ഓൾഡ്. ഷീ ഫൗണ്ട് ആൻ ഓൾഡ് തുരുമ്പിച്ച എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു റസ്റ്റി എന്ന്. നമുക്ക് സ്പെല്ലിംഗ് നോക്കാം. RUSTY റസ്റ്റി, തുരുമ്പിച്ച. കീ, താക്കോൽ എന്ന് പറഞ്ഞാൽ എന്താ? കീ. അപ്പം ഷീ ഫൗണ്ട് ആൻ ഓൾഡ് റസ്റ്റി കീ. അവൾ ഒരു പഴയ തുരുമ്പിച്ച താക്കോൽ കണ്ടെത്തി. അപ്പം ഷീ ഫൗണ്ട് ആൻ ഓൾഡ് റസ്റ്റി കീ. അപ്പം നമ്മൾ ഇവിടെ എന്ത് ചേഞ്ചാണ് വരുത്തിയത്? നമ്മൾ ഒന്നും മാറ്റം വരുത്തില്ല. ആകെ മാറ്റം വരുത്തിയത് എന്താ? നമ്മൾ ഫൈൻഡിനെ കൺവേർട്ട് ചെയ്ത് ഫൗണ്ട് ആക്കി. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റാണ് ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം ഞാനിവിടെ എഴുതാൻ ഡീറ്റെയിൽ ആയിട്ട്. അപ്പം ഫൗണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫൈൻഡിൻ്റെ പാസ്റ്റ് ഫോമാണ്. അപ്പം ഞാനിവിടെ എഴുതാം. ഫൈൻഡിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത്, ഫൈൻഡ് ഒരു പ്രസൻറ്റ് ഫോമാണ്. ആ പ്രസൻറ്റ് ഫോമിനെ കൺവേർട്ട് ചെയ്ത് ഫൗണ്ട് എന്ന് പറയുന്നത് പാസ്റ്റ് ഫോമാണ്. കൺവേർട്ട് ചെയ്ത് ഫൗണ്ട് ആക്കി എഴുതി. അപ്പം കാര്യം കഴിഞ്ഞു പോയൊരു കാര്യമായുണ്ട്. അപ്പോൾ സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ്. ഫൗണ്ട് എന്ന് പറഞ്ഞത് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ്. അപ്പം ഇവിടെ എഴുതാം പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ എങ്ങനെയാണ്? ഷീ ഫൗണ്ട് ആൻ ഓൾഡ് റസ്റ്റി കീ. അവൾ ഒരു പഴയ തുരുമ്പിച്ച താക്കോൽ കണ്ടെത്തി. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്: അവൾ അവിടെ ഒരു പൂട്ടിയ വാതിലും കണ്ടു. അപ്പം കണ്ടു എന്ന് പറഞ്ഞപ്പോഴേ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു പോയ കാര്യമാണെന്ന്. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ആൻഡ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവൾ, ഷീ, അവിടെ എന്ന് വെച്ചാൽ എന്താ? ദെയർ. അവിടെ ദെയർ.
ഒരു പൂട്ടിയ വാതിൽ. എ ലോക്ക് ഡോർ. ഒരു പൂട്ടിയ വാതിൽ. എ ലോക്ക് ഡോർ. കാണുക. കാണുക എന്ന് വെച്ചാൽ സീ. അപ്പം ഇവിടെ കണ്ടു എന്നാണ്. കണ്ടു. അപ്പം കണ്ടു എന്ന് പറഞ്ഞാൽ എന്താ? പാസ്റ്റ് ഫോം. സിയെ നമ്മൾ സിയുടെ പാസ്റ്റ് ഫോം എഴുതണം. സ. സിയുടെ പാസ്റ്റ് ഫോം ആണ് സ. അപ്പോൾ എങ്ങനെ എഴുതിയേ? അവൾ അവിടെ ഒരു പൂട്ടിയ വാതിലും കണ്ടു. ഷീ ഓൾസോ. ഇപ്പോൾ ഇവിടെ എന്താ നമ്മൾ ഓൾസോ യൂസ് ചെയ്യാൻ കാരണം? കാര്യം ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, നേരത്തെ സെൻറ്റൻസിൽ അവൾ കുനിഞ്ഞിന്ന് കീ എടുത്തു എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആണ് നമ്മളിവിടെ ഈ നെക്സ്റ്റ് പോയിന്റ് പറയണേ. അവളവിടെ കീ എടുത്ത് അവിടെ തന്നെ ഒരു വാതിലും കണ്ടു. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സെൻറ്റൻസ് പറയുന്ന നേരത്താണ് നമ്മൾ ഷീ ഓൾസോ യൂസ് ചെയ്തത്. ഇവിടെ ഓൾസോ. അപ്പം ഷി ഓൾസോ സാ. ഈ സാ എങ്ങനെ ഇവിടെ വന്നു? ഇപ്പോൾ കണ്ടു. അപ്പോൾ കാണുക എന്ന് വെച്ചാൽ സി ആണ്. ഇവിടെ കണ്ടു എന്നായതുകൊണ്ടാണ് നമ്മൾ സിയുടെ പാസ്റ്റ് ഫോം സാ എഴുതിയത്. പിന്നെന്താ? ഈ സാ എന്ന് പറയുന്നത് സിയുടെ പാസ്റ്റ് ഫോം ആണ്. നമ്മൾ പഠിച്ചു. ഇപ്പോൾ സി ആണ് പ്രസൻറ്റ് ഫോം. സായുടെ പ്രസൻറ്റ് ഫോം ആണ് സി. ഇപ്പോൾ സിക്ക് ഓൾറെഡി 3 ഫോംസ് ഉണ്ട്. നിങ്ങൾക്കറിയാലോ, സി, സാ, സി. അപ്പം നമ്മൾ ഈ സായാണ് ഇവിടെ എഴുതിയത്. നമ്മൾ സിയെ കൺവേർട്ട് ചെയ്ത് സാ എഴുതി. സെക്കൻഡ് ഫോമാണ് നമ്മളുടെ സെക്കൻഡ് ഫോം ഓഫ് ദ വെർബ്. അപ്പം ഷീ ഓൾസോ സാ എ ലോക്ക് ഡോർ ദെയർ. അവൾ അവിടെ ഒരു പൂട്ടിയ വാതിലും കണ്ടു. വാതിലും കണ്ടു എന്ന് പറയാനാണ് നമ്മൾ ഓൾസോ യൂസ് ചെയ്തത്. ഷീ ഓൾസോ സാ എ ലോക്ക് ഡോർ ദെയർ. അപ്പോൾ ഇവിടെ നമ്മൾ വരുത്തിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇവിടെ ഷീ ആണ് സബ്ജക്റ്റ്, അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഇവിടെ ഒരു ചേഞ്ച് വരുത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ സിയെ കൺവേർട്ട് ചെയ്ത് സാ ആക്കി. കാര്യം ഇതൊരു സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണ്, ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ സിയുടെ പാസ്റ്റ് ഫോം സാ എഴുതിയാണ് ഈ ഒരു സെൻറ്റൻസ് നമ്മൾ ചേഞ്ച് വരുത്തിക്കുന്നത്. അപ്പോൾ ഇത്രയും മാറ്റേ വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. അവൾ ഭയത്തോടെ വാതിൽ തുറന്നു. അപ്പം ഇതും ഒരു സിമ്പിൾ പാസ്റ്റ് ആൻഡ് സെൻറ്റൻസ് ആണ്, ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അവൾ. അവൾ എന്ന് പറഞ്ഞാൽ എന്താ? ഷീ. ഭയത്തോടെ. ഭയം. ഭയം എന്ന് പറഞ്ഞാൽ ഫിയർ. വാതിൽ. വാതിൽ എന്ന് പറഞ്ഞാൽ എന്താ? വാതിൽ, ഡോർ. തുറക്കുക. തുറക്കുക എന്ന് വെച്ചാൽ ഓപ്പൺ. അപ്പം എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവൾ ഭയത്തോടെ വാതിൽ തുറന്നു. നമുക്ക് എങ്ങനെ എഴുതാം? ഷീ. തുറക്കുക. തുറക്കുക എന്ന് വെച്ചാൽ എന്താ? ഓപ്പൺ. തുറക്കുക, ഓപ്പൺ. പക്ഷേ ഇവിടെ തുറന്നു എന്നാണ്. തുറന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം ഓപ്പണിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ട് ആക്കി എഴുതണം. ഓപ്പൺ നമ്മൾ ഇ ഡി യൂസ് ചെയ്യണം. ഓപ്പൺഡ് എന്നാക്കണം. ഓപ്പൺ. ഷി ഓപ്പൺ. എന്താ ചെയ്തത്? ഷി ഓപ്പൺ ദ ഡോർ. വാതിൽ തുറന്നു. ഭയത്തോടെ. ഭയത്തോടെ എന്ന് പറയാൻ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം? ഭയം എന്ന് വെച്ചാൽ ഫിയർ. ഭയത്തോടെ, ഫിയർഫുള്ളി. അപ്പം ഷി ഓപ്പൺ ദ ഡോർ ഫിയർഫുള്ളി. അവൾ ഭയത്തോടെ വാതിൽ തുറന്നു. ഷി ഓപ്പൺ ദ ഡോർ ഫിയർഫുള്ളി. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. പിന്നെ ഇവിടെ എന്ത് ചേഞ്ച് നമ്മൾ വരുത്തിയത്? ഓപ്പൺ. ഓപ്പൺ ആണ് ഇവിടുത്തെ വെർബ്. അപ്പം നമ്മൾ ആ ഓപ്പണിനെ നമ്മൾ ഇ ഡി യൂസ് ചെയ്ത് നമ്മൾ കൺവേർട്ട് ചെയ്ത് നമ്മൾ ഓപ്പണിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കി. ഇവിടെ എഴുതാം ഞാനപ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓപ്പണിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഓപ്പൺഡാക്കി പാസ്റ്റ് ഫോമിലോട്ടാക്കി. അപ്പം ഷി ഓപ്പൺഡായി. ഷി ഓപ്പൺ ദ ഡോർ ഫിയർഫുള്ളി. കാര്യം തുറന്നു എന്നാണ്. തുറക്കുക, ഓപ്പൺ. തുറന്നു. അപ്പം നമ്മൾ ഓപ്പൺഡ് എന്ന് എഴുതി. ഇ ഡി യൂസ് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി. അപ്പം എങ്ങനെ എഴുതി? അവൾ ഭയത്തോടെ വാതിൽ തുറന്നു. ഷി ഓപ്പൺ ദ ഡോർ ഫിയർഫുള്ളി. ഷി ഓപ്പൺ ദ ഡോർ ഫിയർഫുള്ളി. അപ്പം ഇനി നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. ഇപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, അവിടെ അവൾ ഒരു പുതിയ സ്ഥലവും കുറേ ആളുകളും ജീവിക്കുന്നത് കണ്ടു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാകുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആൻഡ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? അവിടെ. അവിടെ എന്ന് വെച്ചാൽ ദെയർ. അവൾ, ഷീ. ഒരു പുതിയ സ്ഥലം. അപ്പം എ ന്യൂ പ്ലേസ്. ഒരു പുതിയ സ്ഥലം, എ ന്യൂ പ്ലേസ്. പിന്നെ കുറേ ആളുകൾ എന്ന് വെച്ചാൽ മെനി പീപ്പിൾ. ജീവിക്കുക എന്ന് വെച്ചാൽ എന്താ? ലീവ്. അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിലോട്ട് എഴുതാൻ നമുക്ക് നോക്കാം. ദെയർ ഷീ സാ എ ന്യൂ പ്ലേസ് വെയർ മെനി പീപ്പിൾ വെയർ ലിവിങ്. അപ്പം ദെയർ ഷീ സാ എ ന്യൂ പ്ലേസ് വെയർ മെനി പീപ്പിൾ വെയർ ലിവിങ്.
അവിടെ അവൾ ഒരു പുതിയ സ്ഥലവും കുറേ ആളുകളും ജീവിക്കുന്നത് കണ്ടു. അപ്പം നമുക്ക് എങ്ങനെ ഇത് എഴുതാൻ പറ്റിയെന്ന് നോക്കാം. ഇപ്പോൾ ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. പിന്നെ നമ്മൾ എന്താ ഇവിടെ ചേഞ്ച് വരുത്തിയത്? ഇവിടെ നമ്മൾ സിയെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കി സാ എഴുതി. സിയുടെ പാസ്റ്റ് ഫോം സാ നമ്മൾ എഴുതി. അപ്പോൾ സിക്ക് ഓൾറെഡി തേർഡ് ഫോമാണ്, അത് നിങ്ങൾക്കറിയാലോ, സി സാ സീൻ. അപ്പം ഇത് നമ്മൾ സെക്കൻഡ് ഫോമാണ്. അപ്പം വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് സാ. കാര്യം സി ആണ് ഫസ്റ്റ് ഫോം, സി സാ സീൻ. അത് ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതിയേക്കാം. സി ആണ് ഫസ്റ്റ് ഫോം, സി സാ സീൻ. അപ്പം ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം. അപ്പം നമ്മളിവിടെ എഴുതിയത് എന്താ? സെക്കൻഡ് ഫോമാണ്, വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ് ഇവിടെ എഴുതിയത്. അപ്പം ഷീ സാ ആയി. ഷീ സാ എ ന്യൂ പ്ലേസ് വെയർ മെനി പീപ്പിൾ വെയർ ലിവിങ്. അവിടെ അവൾ ഒരു പുതിയ സ്ഥലവും കുറേ ആളുകളും ജീവിക്കുന്നത് കണ്ടു. There she saw a new place where many people were living. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ്, അവൾ ഞെട്ടിപ്പോയി. അപ്പം ഈ ഒരു സെൻറ്റൻസ് കേട്ടപ്പോൾ മനസ്സിലായി ഇതും ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്, ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവൾ ഷീ. ഞെട്ടിപ്പോവുക എന്ന് പറഞ്ഞാൽ എന്താ? ഷോക്ക്. ഇവിടെ ഞെട്ടിപ്പോയി എന്നാണ്. അപ്പോൾ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അവൾ ഞെട്ടിപ്പോയി. ഷീ. അപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യണേ? ഷീ വാസ് യൂസ് ചെയ്തു. ഷീ വാസ്. ഷോക്കിനെയും നമ്മൾ മാറ്റി ഷോക്കിനെയും കൺവേർട്ട് ചെയ്ത് ഇ ഡി യൂസ് ചെയ്ത് ഷോക്ക്ഡ് ആക്കി. ഷീ വാസ് ഷോക്ക്ഡ്. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റാണ് ഷീ. പിന്നെ നമ്മൾ എന്താ യൂസ് ചെയ്തത്? ഷീയുടെ കൂടെ നമ്മൾ ഈസിൻ്റെ പാസ്റ്റ് ഫോം എഴുതി. അപ്പം നമ്മളിവിടെ ഈസിനെ കൺവേർട്ട് ചെയ്താണ് വാസ് എഴുതിയത്. അപ്പം വാസ്, ഷീ വാസ്. വാസിൻ്റെ പ്രസൻറ്റ് ഫോമാണ് ഈസിൻ്റെ പാസ്റ്റ് ഫോം വാസ്. അത് ഓർത്ത് വെച്ചേക്കോ. ഈസ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഫോം, വാസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഫോം. സോ അത്രയും ജസ്റ്റ് ഓർത്ത് വെച്ചേക്കോ. അപ്പം ഷീ വാസ്. പിന്നെ നമ്മൾ എന്താ യൂസ് ചെയ്തത്? ഷോക്കിൻ്റെ കൂടെ നമ്മൾ ഇ ഡി യൂസ് ചെയ്ത് ഷോക്കിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി. ഷോക്ക്. അവൾ ഞെട്ടിപ്പോയി. ഷീ വാസ് ഷോക്ക്ഡ്. അപ്പം ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ഇവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? വാസ് ഷോക്ക്ഡ് ആണ് വെർബ്. ഷീ വാസ് ഷോക്ക്ഡ്. അവൾ ഞെട്ടിപ്പോയി. ഷീ വാസ് ഷോക്ക്ഡ്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, അവൾക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അപ്പം ഇതും ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്, ഇതും ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? അവൾ ഷീ. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ബിലീവ്. ഇവിടെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയണത്. അപ്പോൾ എങ്ങനെ എഴുതാൻ നോക്കാം. അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എങ്ങനെ എഴുതാം? ഷീ, അവൾ. അപ്പം അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഷീ കുഡിൻറ്റ്. നമ്മളിവിടെ കുഡ് യൂസ് ചെയ്യുന്നു. ഷീ കുഡിൻറ്റ് ബിലീവ്. BELIEVE. സ്പെല്ലിംഗ് നോക്കി നോക്കണേ. BELIEVE. ഷീ കുഡിൻറ്റ് ബിലീവ് ഇറ്റ്. അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഷീ കുഡിൻറ്റ് ബിലീവ് ഇറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ഇന്നത്തെ ക്ലാസ്സിലെ. അപ്പം എങ്ങനെ ഇത് എഴുതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഷീ കുഡിൻറ്റ് ബിലീവ് ഇറ്റ്. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ കഥ കഴിഞ്ഞു. ഇതൊരു ചെറിയ കഥയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.